അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ശുചിത്വ പഠനോത്സവം കുട്ടികൾക്ക് നവ്യാനുഭവമായി. അകലക്കുന്നം പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്ന് സ്കോളർഷിപ്പിനായി തെരഞ്ഞെടുക്കപ്പെട്ട 33 കുട്ടികളെയാണ് ശുചിത്വ പഠനോത്സവത്തിൽ ആദരിച്ചത്. അകലക്കുന്നം മണലുങ്കൽ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിൽ നടന്ന ശുചിത്വ പഠനോത്സവം അകലക്കുന്നം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സണ്ണി ഉദ്ഘാടനം ചെയ്തു. 33 കുട്ടികൾക്കാണ് നമ്മൾ ഇവിടെ അവാർഡ് കൊടുക്കുന്നത്. അവാർഡ് ഇനിയും, അതായത് വരും വർഷങ്ങളിലും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിലും വീടുകളിലുമൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും അതോടുകൂടി ജൈവ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇതുമൂലം നമ്മളുടെ പഞ്ചായത്തും നമ്മളുടെ നാടുമെല്ലാം മാലിന്യമുക്തമാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിജോ ജോസഫ് സ്വാഗതവും സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജോജി തോമസ് നന്ദിയും പറഞ്ഞു. ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര മുഖ്യ സന്ദേശം നൽകി. അകലക്കുന്നം ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിട്രസ് ഗിരിജ KG പദ്ധതി വിശദീകരണം നൽകി. ആശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി G മനോജ് കുമാർ, HI സനൽ സാം, വാർഡ് മെമ്പർമാരായ ഉഷ ഷാജി, ഗിരിജ രാജൻ, MS രാജു, ജോമി ജോബി, ഗീത സാബു തുടങ്ങിയവർ സംസാരിച്ചു. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ ചെയ്ത വിവിധ ആക്ടിവിറ്റികളുടെ പ്രദർശനവും അവതരണവും നടന്നു. സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ട ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും വളർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ്. ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും 50 കുട്ടികൾക്കും, മുനിസിപ്പാലിറ്റികളിൽ 75 കുട്ടികൾക്കും, കോർപ്പറേഷനുകളിൽ 100 കുട്ടികൾക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഇവർ കേരളത്തിന്റെ ശുചിത്വ അംബാസിഡർമാരാകും.